കാര്യം കൂടി ഞാൻ പൂർത്തിയാക്കിയിട്ട് അരുൺ ഞാൻ സമ്മതിക്കാം. ഒരു കാര്യം കൂടി അരുൺ പറഞ്ഞ ഒരു കാര്യം, സ്വമേധയാ കൃഷ്ണകുമാറിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ വകുപ്പില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ എങ്ങനെയാ കേസെടുത്തത്? ആരാണ് പരാതിക്കാരി? എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്? ആർക്ക് വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്നത്? ഇനി ഈ ശബ്ദ സന്ദേശങ്ങളുടെ പുറത്താണ് കേസെടുത്തതെങ്കിൽ ആ ശബ്ദ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റേത് ആണെന്ന് എന്ത് തരം ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടാണ് കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഇവർ പറയണ്ടേ? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർത്തേണ്ട ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നു എന്നുള്ള തോന്നൽ കേരളത്തിലുണ്ട്. ആ തോന്നലിന്റെ പുറത്ത് അദ്ദേഹത്തിനെതിരായി സംഘടനാപരമായി നടപടിയെടുക്കുന്നു, അല്ലെങ്കിൽ പൊതുബോധത്തിൽ അങ്ങനെ സംസാരം നടക്കുന്നു. അതിനപ്പുറത്ത് ശാസ്ത്രീയ പരിശോധനകളില്ലാതെ, പരാതിക്കാരിയില്ലാതെ, അടിസ്ഥാന വിവരങ്ങളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം കേസെടുക്കുകയും BJP നേതാവിനെ വെറുതെ വിടുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് പറയേണ്ടി വരും. BJP നേതാക്കന്മാർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ കേരളത്തിലെ പോലീസിന്റെ മുട്ടിടിക്കും. കാരണം 9 വർഷമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് RSSകാരാണ്, അല്ലേ? അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭരണഘടന പഠിക്കാൻ പോയ CPMന്റെ പ്രതിനിധി അവരുടെ സ്വന്തം ഭരണഘടന ഒന്ന് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ PK ശശിയുടെ, മുകേഷിന്റെ, ഗണേഷിന്റെ, ശശീന്ദ്രന്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തോമസ് ഐസക്കിന്റെ, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണന്റെ, കടകംപള്ളി സുരേന്ദ്രന്റെ ഒക്കെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? കൊല്ലത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സമ്മേളനം നടന്നപ്പോ ഗോവിന്ദച്ചാമിക്ക് സമമാണ് ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞ് മാർച്ച് നടത്തിയ CPMന്റെ പ്രവർത്തകരല്ലേ, സംഘടനാ ഭാരവാഹികളല്ലേ? അപ്പൊ നിങ്ങളുടെ ഭരണഘടന കൂടി നിങ്ങളൊന്ന് പഠിക്കണം. ഞങ്ങളുടെ ഭരണഘടനയെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത്തരം നിലപാടെടുത്തത്. നിങ്ങൾക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ BJPക്ക് വേണ്ടി വാദിക്കുന്നത്.